കരസേന മുൻ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ ശരത് ചന്ദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഒരു ആക്രമണം കശ്മീർ സമാധാന പാതയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ മേഖലയിൽ വീണ്ടും അസ്വസ്ഥതകൾ ഉണ്ടാക്കുക, അങ്ങനെ ഒരു ലക്ഷ്യം ഈ ആക്രമണത്തിന് പിന്നിലുണ്ടല്ലോ. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം. പക്ഷേ ഇതിന്റെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതിന്റെ ഉദ്ദേശം കാശ്മീർ മാത്രം ലിമിറ്റഡ് ആയിട്ടല്ല. ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ഇഷ്യൂ ആക്കുക, ഇത് ലോക ചർച്ചകളിൽ നിന്ന് മാറിയുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് അത് തിരിച്ച് ഒരു ചർച്ചയായിട്ട് കൊണ്ടുവരിക. ആർട്ടിക്കിൾ 370 വിട്ടുപോയതിനു ശേഷം കാശ്മീരിൽ പൊതുവെ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. ഗവൺമെന്റ് ഫോർമേഷന് ശേഷം സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് അവിടെ ഇൻസിഡൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ അട്ടിമറിക്കാനുള്ളൊരു രീതിയാണ്. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ US വൈസ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ ആവശ്യമില്ലാത്ത ഇഷ്യൂസ് റേസ് ചെയ്ത ഒരു സ്പീച്ച് കൊടുത്തിരുന്നു. അതിനകത്തും ഇന്ത്യ റെറ്ററിക് ആയിരുന്നു മുഴുവൻ. ഇതൊക്കെ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പാകിസ്ഥാന്റെ കൈ ഉണ്ടെന്നും അതിന് വേണ്ടതായ മറുപടി ഇന്ത്യ കൊടുക്കും എന്നുള്ളതിലും യാതൊരു സംശയവും കാണില്ല. സർ, ഇപ്പോൾ ഇത് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയാണല്ലോ. അപ്പോൾ അതിന് പൂർവ്വരൂപങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പേരുമാറ്റി വന്നതായിരിക്കാം. അപ്പോൾ ആ നിലയ്ക്ക് എങ്ങനെയായിരിക്കും ഇതിനെ സൈന്യവും ഒപ്പം അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ വിലയിരുത്തുക സർ? റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് അവർ ചില മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഫ്രണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ഇതിന്റെ നമ്മൾ ഫോളോ ചെയ്തപ്പോൾ നമ്മുടെ ആർമിയുടെ ഇന്റലിജൻസ് ആയാലും നാഷണൽ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് ആയാലും ഇത് ഫോളോ ചെയ്ത് നമ്മൾ എത്തുന്നത് എവിടെയാന്ന് വെച്ചാൽ അവരുമായിട്ടായിരിക്കും നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്. ഇൻ എനി കേസ് ഏത് പേരിൽ വന്നു കഴിഞ്ഞാൽ തന്നെ മിലിറ്റൻസ് തന്നെയാണ്. അതിന് നമ്മൾ അത് വേണ്ട രീതിയിൽ നേരിടും. ഇന്ന് നമ്മുടെ 26 ടൂറിസ്റ്റിനെ എതിരായിട്ട് നിറയൊഴിച്ച ടെററിസ്റ്റിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്നത് അതിന്റെ പുറകിലുള്ള ആളുകളെയാണ്. അവരെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അവരുമായിട്ടായിരിക്കും തന്നെ നമ്മുടെ ലോക്കൽ യൂണിറ്റ്സ് ഈ ടെററിസ്റ്റിന്റെ പുറകെ പോവുമെങ്കിലും ആസ് എ ആർമി, ആസ് എ നേഷൻ നമ്മൾ പോകുന്നത് ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരുടെ പുറമേ ആയിരിക്കും. എന്നാലേ നാളെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകാതിരിക്കുള്ളൂ. ശരി, നന്ദി. ലഫ്റ്റനന്റ് ജനറൽ ശരത് ചന്ദ്, കരസേന മുൻ ഉപമേധാവിയാണ് അദ്ദേഹം, പ്രതികരിച്ചതിന്.